ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ പൊതിയാണ്. കരിമീനിന്റെ വിവിധ തരങ്ങളായ മപ്പാസും ഫ്രൈയും എല്ലാം പരീക്ഷിച്ചിട്ടുള്ള നമുക്ക് കരിമീനിൽ തയ്യാറാക്കാവുന്ന ഒരു വ്യത്യസ്തമായ വിഭവമാണ് കരിമീൻ പൊതി. മലയാളികൾക്ക് എന്നും പ്രിയങ്കരമായ കരിമീനിന്റെ ഈ വെറൈറ്റി ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി അരിഞ്ഞത് 2 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ, പച്ചമുളക് ചതച്ചത് 3 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, തൈര് 3 സ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, നാരങ്ങ അരമുറി, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് കാണാം. ആദ്യമായി ഒരു ബൗളിൽ 3 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ചതച്ച വെളുത്തുള്ളി 1 സ്പൂൺ, ചതച്ച ഇഞ്ചി 1 സ്പൂൺ, 3 സ്പൂൺ പച്ചമുളക് ചതച്ചത്, വറ്റൽമുളക് ചതച്ചത് 3 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് ചതച്ചത് എന്നിവയെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനിൽ ഈ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് വച്ചതിന് ശേഷം അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. വാഴയിലയിൽ വച്ച് നന്നായി പൊതിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം കരിമീൻ പൊതിയെ അതിലേക്ക് വെച്ച് 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കരിമീൻ പൊതി റെഡി. ഈ സ്വാദിഷ്ടമായ വിഭവം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇത്തരം രുചിക്കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.